ഹലോ ഗൈസ്, എല്ലാവർക്കും കവീസ് സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം. മുറ്റത്തൊക്കെ പഴുത്ത മാങ്ങ കിടക്കുന്ന കണ്ടോ? രാവിലെ തന്നെ കുറച്ച് പഴുത്ത മാങ്ങ വറുക്കാനായിട്ട് ഇറങ്ങിയതാണേ. മാങ്ങ നമ്മുടെ അയ്യത്താണ് കിടക്കുന്നെങ്കിലും മാവ് നമ്മുടെ അല്ല കേട്ടോ. അത് നമ്മുടെ സ്വന്തം അപ്പുറത്തെ അയ്യത്തെയാണ്. അതവിടെ ആൾ താമസമൊന്നും ഇല്ലാതെ കാട് കയറി കിടക്കുന്നത്. ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് പറയാം ആമസോൺ കാടുകളാണ്. അതേപോലെ തോന്നുന്നത്. ഭയങ്കര വണ്ണമുള്ള മരങ്ങളും ഈ മാവിൻ്റെ തന്നെ കനം കണ്ടില്ലേ? അതുപോലെ നാട്ടുമാവ്, വർഷങ്ങൾ പഴക്കമുള്ള മാവാണ് ഇതൊക്കെ. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള മാവൊക്കെയാണ് ഇത്. ഇതിനകത്തൊന്നും നമ്മൾ ഇറങ്ങാറേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പന്നിയും പാമ്പും അങ്ങനെ ഇഴജന്തുക്കളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്തോട്ടൊന്നും ആരും ഇറങ്ങാറില്ല. പക്ഷേ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാറില്ല. അപ്പം നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന പഴുത്ത മാങ്ങയൊക്കെ കുറേ നമ്മൾ പറക്കിയെടുക്കും. അപ്പോൾ ഇന്ന് പഴുത്ത മാങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാമേ. കുട്ടികളുടെയൊക്കെ സൗണ്ട് കേട്ടോണേ, നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ മാങ്ങ വറക്കുന്നത് കണ്ടുകൊണ്ട് ലച്ചുവും കൂടെ വന്നിട്ടുണ്ടേ. ലച്ചു എൻ്റെ മോളാണേ. മഹാലക്ഷ്മി എന്നാണ് യഥാർത്ഥ പേര്. ഞങ്ങൾ വീട്ടിൽ ലച്ചു എന്ന് വിളിക്കും, അമ്മാളുസേന്ന് വിളിക്കും, റാണിമോളേന്ന് വിളിക്കും. അപ്പം എന്നിട്ട് ഞങ്ങളിപ്പം കുറച്ച് കവറിൽ പറക്കി എടുത്തിട്ടുണ്ട്. ഇനിയും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം വേറെ വീഡിയോ ഞാൻ ഇടാമേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ വയൽ വാണിഭത്തിന് വാങ്ങിച്ച ചീനിച്ചട്ടിയാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഈ ചീനിച്ചട്ടിയിലാണ്, പുതിയ ചീനിച്ചട്ടിയിൽ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ കാണിക്കാമേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.